സാനിയോ, ഇനിയിപ്പോൾ അന്നൂസ് റോഷൻ നൽകുന്ന മൊഴിയും പ്രധാനമാണ്. അതോടൊപ്പം ഇതൊരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോകലേക്ക് നീങ്ങിയത് എന്നുള്ള സൂചനകളാണല്ലോ ലഭിക്കുന്നത്. ഈ പ്രതികളും മുഹമ്മദ് റിസ്വാൻ, അനസ് എന്നീ കൊണ്ടോട്ടി സ്വദേശികളും പിടിയിലായി എന്നുള്ള വിവരമുണ്ടല്ലോ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാനാകുന്നു സാനിയോ? അതായത് സ്മൃതി, നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയാൻ കഴിയുന്നത് അനൂസ് റോഷന്റെ സഹോദരൻ അജ്മലുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക കേസിലാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ്. 5 ദിവസം മുൻപ് വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് കൊടുവള്ളി പരപ്പാറയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ശേഷം ഒരു വിവരവും പോലീസിനുണ്ടായിരുന്നില്ല. പോലീസ് പലതരത്തിൽ അന്വേഷിച്ചു. ഒടുവിൽ പോലീസ് ഇയാൾ മൈസൂരിലുണ്ടെന്ന് സംശയമുണ്ടെന്ന് ഇന്ന് രാവിലെ പറഞ്ഞതിന് പിന്നാലെയാണ് മലപ്പുറത്ത് നിന്ന് പിടിയിലാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പോലീസിന് ഒരു വിവരവും കിട്ടാത്ത തരത്തിൽ ഇയാളെ ഒളിപ്പിക്കാൻ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ തട്ടിക്കൊണ്ടുപോയ ആളുകൾ തന്നെ അനൂസ് റോഷനെ ഉപേക്ഷിച്ച് ഒരു ടാക്സിയിൽ വീട്ടിലേക്ക് കയറ്റി വിടുകയാണ് എന്നാണ് മനസ്സിലായത്. ഏതായാലും അനൂസ് ഇപ്പോൾ ടാക്സിയിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അനൂസിൻ്റെ മൊഴിയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നുള്ള കാര്യങ്ങളടക്കം ഇവരുടെ വീട്ടിൽ സ്ഥിരമായി പണം ആവശ്യപ്പെട്ട് എത്താറുള്ള ആളുകൾ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളൊരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും പോലീസ് ഉടൻ തന്നെ വീട്ടിലേക്കും അതുപോലെ അനൂസ് എത്തുന്ന സ്ഥലത്തേക്കുമൊക്കെ എത്താനുള്ള സാധ്യതയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത്തരം ഒരു അന്വേഷണ സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അനൂസ് അല്പസമയത്തിനകം വീട്ടിൽ എത്തുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 5 ദിവസം അനൂസ് റോഷനെ ഈ തട്ടിക്കൊണ്ടുപോയവർ ഉപദ്രവിച്ചിരുന്നോ? അവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങളടക്കം പിടികൂടിയെന്നടക്കമുള്ള വിവരങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിരുന്നോ? അത് വെച്ച് ഭീഷണിപ്പെടുത്തി സഹോദരനിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണോ നടന്നിട്ടുള്ളത്? ഇതൊക്കെ അറിയേണ്ടതാണ്. കുടുംബാംഗങ്ങളുടെ പ്രതികരണം നമുക്ക് അറിയാനാകുന്നുണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അതായത് നമ്മൾ അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തുകയാണ് സ്മൃതി. വീട്ടിൽ ബന്ധുക്കളടക്കം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അനൂസിന്റെ ബന്ധുക്കളാണോ? ഉപ്പയാണ്. അനൂസ് റോഷന്റെ വീട്ടിലെത്തിയിരിക്കുന്നു സാനിയോ. രക്ഷിതാക്കൾ ഉണ്ട്. അദ്ദേഹം ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്മൃതി. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? ഇവിടുത്തെ കൗൺസിലറാണ്. എന്തെങ്കിലും ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, കൗൺസിലറാണ്. എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ കുറച്ച് നേരത്തെ DYSP സാറ് റഷീദ് സാഹിബിൻ്റെ അനൂസിൻ്റെ ഉപ്പയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചു. കൊണ്ടോട്ടിയിൽ നിന്ന് മകനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മകനുമായി തന്നെ സംസാരിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോലീസാണ് കണ്ടുപിടിച്ചത്, അങ്ങനെയാണ്? തീർച്ചയായിട്ടും പോലീസാണ് കണ്ടുപിടിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് മകനെ കിട്ടി എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുക. ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ 5 ദിവസമായി ഇവർ ഭക്ഷണം കഴിക്കില്ല. ഞങ്ങളൊന്നും ഇവിടുന്ന് പോകാറില്ല. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാനോ ഒന്ന് കുളിക്കാനോ മാറ്റാനോ ഒന്നിനും സാധ്യമാകാത്തൊരവസ്ഥ. സംസാരിച്ചോ? തീർച്ചയായിട്ടും പിതാവ് സംസാരിച്ചു. പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. വലിയ പ്രയാസങ്ങളില്ല എന്ന് പറഞ്ഞു. ബാക്കി ഞങ്ങൾ നേരിട്ട് സംസാരിക്കാം എന്നുള്ളത് പറഞ്ഞതാണ്. അതായത് പരിക്കോ മറ്റോ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പ്രയാസങ്ങൾ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനി നേരിട്ട് കാണാം എന്നുള്ള രീതിയിൽ നിൽക്കും. അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് സ്റ്റേഷനിൽ. അതെ, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകും? ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അതായത് സ്മൃതി, ഇപ്പോൾ അനൂസിന്റെ രക്ഷിതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളോട് സംസാരിച്ചത് കൗൺസിലറാണ്. അവർക്കിപ്പോൾ അനൂസിനോട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പരിക്കുകളൊന്നുമില്ല എന്നാണ് അയാൾ അറിയിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്, കൗൺസിലർ പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അനൂസിനെ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. ഇവർ പറഞ്ഞിരിക്കുന്നത് പോലീസ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ കൗൺസിലർ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു വണ്ടിയിൽ പോലീസും ഒപ്പം അനൂസും വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും